ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഗുണ്ടൽപേട്ടയിലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതുവരെ പിന്നിലൊന്നും ആരും ഇല്ലല്ലോ, തിരക്കില്ലാത്ത പടമൊന്നുമില്ലേ? ഇതെവിടെയാണെന്നറിയോ? ഉൾഗ്രാമങ്ങളിലാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ പ്രൈവസിയായി വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഗുണ്ടൽപേട്ട ഉൾഗ്രാമങ്ങളിൽ ചെന്നാൽ ഒരുപാട് തോട്ടങ്ങൾ കാണാം. ഏക്കറക്കണക്കിന് വിസ്തൃതിയുള്ള ഇതുപോലെയുള്ള തോട്ടങ്ങൾ. ഇവിടെ വന്നാൽ നമുക്ക് ആവശ്യാനുസരണം റീൽസോ ഫോട്ടോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഗുണ്ടൽപേട്ടയിലെ ഉൾഗ്രാമങ്ങളിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം പോയപ്പോഴും അത്യാവശ്യം മൃഗങ്ങളൊക്കെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലും അതേപോലെ മുത്തങ്ങ ഫോറസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാൻകൂട്ടങ്ങൾ, അതേപോലെ കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങൾ. ആനയൊന്നും ഇപ്രാവശ്യം കാണാൻ കഴിഞ്ഞില്ല. സാധാരണയായി എല്ലാവരും പൂ കാണാൻ വരുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ കാട് കഴിഞ്ഞ ഉടനെ തന്നെ പ്രിയദർശിനി ബസ്സിലൊക്കെ വരുന്നവർ ഇവിടെ വന്നിട്ട് പൂ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തായാലും ഇത് കണ്ടില്ലേ, വണ്ടിയുടെ തിരക്ക്. നല്ല ക്രൗഡാണ് ഇവിടെ. നമുക്ക് പ്രൈവസി ആയിട്ടൊരു ഫോട്ടോയോ റീൽസോ ഒന്നും എടുക്കാൻ ഇവിടെ കഴിയില്ല. പക്ഷേ ബസ്സിലൊക്കെ വരുന്നവർക്ക് ഇവിടെ അല്ലാതെ വേറൊരു മാർഗമില്ല. ഇനി നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ അല്ലെ സ്വന്തം വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ എത്രയോ സ്ഥലങ്ങൾ ഉൾഗ്രാമത്തിലുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. ഇവിടെ വന്നാൽ ഈ ഒരു തിരക്കാണ്. ആളുകളില്ലാത്തൊരു ഫ്രെയിം വെച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ എല്ലാതരം പൂക്കളും ഇവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല സ്പോട്ടാണ്. ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നല്ല തിരക്കാണെന്ന്. സ്വന്തമായിട്ട് വണ്ടിയുള്ളവർ ഇവിടെ തന്നെ വരണമെന്നില്ല, ഉൾഗ്രാമത്തിലോട്ട് പോവാം. ഗുണ്ടൽപേട്ടയുടെ ഉൾഗ്രാമങ്ങളിൽ ഒരുപാട് പൂ കൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര ഇന്ന്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞു വരുമ്പം ആദ്യം കിട്ടുന്ന ഒരു ജംഗ്ഷനാണിത്. ഗോപാൽപുര അല്ലെങ്കിൽ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിലോട്ട് പോകുന്ന റോഡ്. ഈ റോഡിലാണ്, ഈ ഒരു ഗ്രാമത്തിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പൂപ്പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന ഒരുപാട് സ്ഥലങ്ങളും. ഗ്രാമങ്ങളിലൊക്കെ വന്നാൽ ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നല്ല ഗ്രാമീണ കാഴ്ചകൾ. അതുപോലെ ഒരുപാട് കൃഷിപ്പാടങ്ങൾ ഉണ്ട് ഇവിടെ. അതും അടിപൊളിയായിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ്. ഇങ്ങനെയുള്ള പൂപ്പാടങ്ങളും കൃഷിപ്പാടങ്ങളും പലതരത്തിലുള്ള വെറൈറ്റി പൂക്കളൊക്കെ കാണാൻ ഈ ഉൾഗ്രാമത്തിലോട്ട് പോയിരുന്നാൽ മതി. ഇവിടെ വന്നാൽ എല്ലാതരം പൂക്കളും ഉണ്ട് കേട്ടോ. സൂര്യകാന്തി, ചെണ്ടുമല്ലി, വാടാമല്ലി, ഇങ്ങനെയുള്ള എല്ലാ പൂക്കളും ഇതിൻ്റെ റോഡരികിൽ തന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. കണ്ണെത്താ ദൂരത്തോളമുള്ള ഇങ്ങനെയുള്ള കൃഷിപ്പാടങ്ങൾ വന്നാൽ ഒരാളുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. ഇതൊന്നും നശിപ്പിച്ച് കളയരുത്, വേസ്റ്റുകളൊന്നും അവിടെ ഒന്നും ഇടരുത്. അവർ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന തോട്ടങ്ങളാണ്. ഒരുപാട് തോട്ടങ്ങളിൽ ഒരുപാട് ചേച്ചിമാർ പൂ പറിക്കുന്നതും കണ്ടു. ഇവിടെ നിന്ന് ഇവരെ കൂടെ നിങ്ങൾക്കും വേണമെങ്കിൽ പൂവൊക്കെ പറിക്കാം, ഫോട്ടോസ് എടുക്കാം, റീൽസ് എടുക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഉൾഗ്രാമത്തിൽ വന്നാലാണ് കിട്ടുക. ഈ പറിക്കുന്ന പൂക്കളൊക്കെ പെയിൻറ് നിർമ്മാണത്തിനാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. ഓണത്തിനായിട്ട് നമുക്ക് നാട്ടിലോട്ട് വരുന്ന പൂക്കൾ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ കൃഷി ചെയ്യുന്ന പൂക്കളും ഞങ്ങൾ ഒരുപാട് ഈ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് തോട്ടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. അഥവാ വാടിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് അടുത്ത തോട്ടത്തിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കാം. ഉൾഗ്രാമങ്ങളിലൊക്കെ സൂര്യകാന്തി പൂക്കൾ വളരെ കുറവാണ്. ഒന്നാമത് അതിൻ്റെ സീസൺ അവസാനിച്ചു. ഒരുവിധം കരിഞ്ഞിട്ടുണ്ട് പല ഭാഗങ്ങളിലും. കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ സൂര്യകാന്തി പൂക്കളുള്ളൂ. ചെണ്ടുമല്ലിയാണ് കൂടുതലുള്ളത്. ഇനി നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ സൂര്യകാന്തി പാടങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ കയറി ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഉള്ളോട്ട് പോകുന്നതോറും കൂടുതൽ കാണാമെന്നുള്ള ആഗ്രഹം. സൂര്യകാന്തി പൂക്കളെ കുറിച്ച് വേണ്ട.
ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു പൂക്കളാണ്. ബന്ദിപ്പൂ, ചെണ്ടുമല്ലി എന്നൊക്കെ പറയുന്നത് കാണാം. പല പേരിലാണ് പല നാട്ടിൽ. നിങ്ങൾ മികച്ചൊരു ക്യാമറമാനോ അതോ റീൽസ് മേക്കറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല സീനിയറി. ഗോപാൽപുര എന്നൊരു ഗ്രാമത്തിന് ചുറ്റുപാടുമാണ് ഈ കൃഷിപ്പാടങ്ങൾ എല്ലാം ഉള്ളത്. ഇവിടുത്തെ ഗ്രാമീണരെല്ലാം നല്ല ആളുകളാണ്. അപ്പോൾ നമ്മൾ അവരോട് പെരുമാറുന്നതും ആ രീതിയിൽ തന്നെ ആവണം. എല്ലാ തോട്ടങ്ങൾക്ക് മുമ്പിലും അവരുണ്ടാവും അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ അവരോട് ചോദിച്ച് പെർമിഷൻ ചോദിച്ച് ഉള്ളിലോട്ട് കയറുക. പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അതിക്രമിച്ച് ഒരു തോട്ടത്തിലും കയറരുത്. അങ്ങനെയാവുമ്പോൾ അവർ ആ തോട്ടം ക്ലോസ് ചെയ്യും, പിന്നെ അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. അത് ശ്രദ്ധിക്കണം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thank you.